ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ക്രോഷി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയിക്കാനും യാൻസ് എപ്പോഴും കെട്ടുകുടുങ്ങാറുണ്ട്. അപ്പോൾ യാൻസ് കെട്ടുകുടുങ്ങാതിരിക്കാനുള്ള ഒരു ഐറ്റമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ആരുടെയും വീട്ടിൽ അങ്ങനെ പെട്ടികളുണ്ടെങ്കിൽ അതിനൊരു പെട്ടി ഇപ്പം തന്നെ എടുത്തു വന്നാണ്. ഞാനത് അടുക്കളയിൽ നിന്ന് അടിച്ച് മാറ്റിക്കൊണ്ട പെട്ടിയാണ്. അപ്പോൾ പെട്ടിൻ്റെ ഇങ്ങനത്തെ പെട്ടിയാണെങ്കിൽ, ഇങ്ങനെ സാധാ പെട്ടിയാണെങ്കിൽ അത്രയ്ക്ക് ഇതുണ്ടാവില്ല. ഇങ്ങനത്തെ പെട്ടിയാണെങ്കിൽ അതിൻ്റെ 3 ഭാഗം കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. കാരണം അത് അടക്കുന്നത് തുറക്കുന്നതുമല്ല, നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളുടെ സൈഡ് 3 ഭാഗവും ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് എത്ര വലിപ്പമാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മളൊന്ന് ഒരു വി പോലെ 2 ഭാഗം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനൊന്ന് വരച്ച് വെച്ചിട്ട് പിന്നെയാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനതിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഭാഗവും ഈ ക്രോഷി വെക്കാനുള്ള ഐറ്റം ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ട പോലത്തെ ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് എടുക്കും വെക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു യു പോലെ കട്ട് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ഈർക്കിളിക്കോലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, എന്ത് കമ്പി വേണമെങ്കിലും എടുക്കാം. ഞാൻ ഈർക്കിളി എടുത്തിട്ട് 2 ഭാഗമാക്കി കട്ട് ചെയ്തിട്ട് ഒരേ വലുപ്പത്തിൽ 2 പൊട്ടായി കട്ട് ചെയ്തിട്ട് അതിൽ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് കവർ ചെയ്തിട്ട് പിന്നെ അതിൽ പേപ്പർ വെച്ച് കവർ ചെയ്യാട്ടോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിനായിട്ടുള്ളൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളൊരു സാധനം എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണ്ടെങ്കിലും അത് ചെയ്യാം. പിന്നെ നമുക്ക് ആ പെട്ടി ഒന്ന് കവർ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അതിൻ്റെ നടുവിൽ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ടെന്ന്, നിങ്ങൾക്ക് നേരെ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അളവൊക്കെ കറക്റ്റാണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓരോന്നും ചെയ്യാൻ കേട്ടോ. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വൈറ്റ് A4 ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ അത് കവർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് വെച്ചിട്ടും കവർ ചെയ്യാം. അപ്പോൾ യാൻസ് ചുറ്റി കൊടുത്ത വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ അതിൽ ആഡ് ചെയ്യാത്തത്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ഈ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.